ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് എനിക്ക് ഈ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 1.5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഈ ചാനലിന് മുമ്പ് വേറെ ചാനലുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഫസ്റ്റ് ചാനലിൽ ഞാൻ കുറേ ചാലഞ്ചസ്, വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പം അതിനോടുള്ള താല്പര്യം അപ്പം ഞാനത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാനൊരു അക്കൗണ്ട് തുടങ്ങി, ആ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഈ അക്കൗണ്ട് തുടങ്ങി. ഇതിലിപ്പോൾ അത്യാവശ്യം സബ്സ്ക്രൈബ് ഉണ്ട്, പക്ഷെ വ്യൂസ് കാര്യങ്ങളൊക്കെ കുറവാണ്. ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. പിന്നെ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലും കുറേ ഡേ ഇൻ മൈ ലൈഫ്, അതുപോലെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്, അങ്ങനെ പറഞ്ഞ് കുറച്ച് നൈറ്റ് ഔട്ടിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഈ വീഡിയോ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ ഓരോരുത്തരും നമുക്ക് എങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ മുതൽ അത് മോണിറ്റൈസേഷൻ ആവുന്ന വരെയുള്ള സ്റ്റെപ്പെല്ലാം പറഞ്ഞു തരലുണ്ട്. പക്ഷേ ഒരാൾ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ആളുടെ മൈൻഡ് സെറ്റിനെ പറ്റി ആരും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതൊക്കെ ശരിക്കും വേണ്ടി വരിക. ഇപ്പം ഒരുപാട് പേര് യൂട്യൂബിലോട്ട് വരുന്ന ഒരു കാലമാണ്. പക്ഷെ എന്നാലും എന്നെപ്പോലെ കുറച്ച് പേരുണ്ടാവും വീഡിയോ ചെയ്യണം, ഇഷ്ടമാണ്, വീഡിയോകളൊക്കെ ചെയ്യണം, അതുപോലെ കുറേ ഫെയിമൊക്കെ ആവണം എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ തീരുമാനിക്കുകയാണ്. ഇന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിക്കുകയാണ്. ഇപ്പം എൻ്റെ മൈൻഡ് സെറ്റിൽ ഇന്ന പോലെ ഒരു വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും. ആ വിചാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് വയ്ക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ റീച്ച് ആവുന്നതും, അല്ലെങ്കിൽ വ്യൂസ് കൂടുന്നതും, ലൈക്ക് കിട്ടുന്നതും, കമൻറ്റ് കിട്ടുന്നതും ഒക്കെ ഞാൻ ഈ വീഡിയോ എടുക്കണതിന് മുമ്പേ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്നെ പോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത് എല്ലാം. പക്ഷെ എന്താ കാര്യം, അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചിലപ്പം 24 hours കഴിഞ്ഞാലും ഒരു ദിവസം പോലെ നമുക്ക് അതിൽ കയറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാൾ പോലും അത് കണ്ടിട്ടുണ്ടാവില്ല. അതാണ് സത്യം. ചിലപ്പോൾ 1-2 ദിവസം ഒക്കെ എടുത്തിട്ട് 1-2 ആൾ കണ്ടു, അത്രയ്ക്കുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പം കിട്ടുക. പിന്നെ അധികം റീച്ചായി പോകുന്നത് ഷോർട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ആ ഒരു ഇത് വരുമ്പം എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ഡൗൺ ആയി പോകും. അയ്യോ, ഞാൻ ആ വെച്ച എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ലല്ലോ റിയാലിറ്റിയിൽ വരുമ്പം ആ സാധനം നമ്മൾ ഒഴിവാക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പറ്റുന്നതാണ്. ഞാൻ അങ്ങനെ എനിക്കത് വ്യൂസ് ലൈക്സ് ഒന്നും കിട്ടാത്തപ്പോൾ ഞാനത് പോയി ഡിലീറ്റ് ആക്കും. അങ്ങനെ അത് അക്കൗണ്ടിൽ കുറച്ച് മോശമാണ് കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണത് അക്കൗണ്ടിൻ്റെ റീച്ചിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഡൗൺ വരുത്തും. അപ്പോൾ അതൊന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു എക്സ്പെക്റ്റേഷൻസ് വയ്ക്കരുത്. എല്ലാം കാണുന്നവർ കാണട്ടെ, കാണാത്തവർ കാണണ്ട, അല്ലെങ്കിൽ വ്യൂസ് കിട്ടണ്ട, ലൈക്ക് കിട്ടണ്ട. നമ്മളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി, നമ്മളൊരു ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ആ വീഡിയോ ഇടുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങാം. ഇപ്പം വീഡിയോ എടുക്കുക, നമ്മൾ കുറേ റീച്ചായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, കുറേ ഫെയിമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവരൊക്കെ ആദ്യമൊന്നും അവർക്ക് ഒരുപാട് ലൈക്സോ വ്യൂസോ ഒന്നും നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും അവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഒരു നിമിഷത്തിൽ ഏതോ ഒരു ദിവസം വരും എന്നാണല്ലോ പറയാം. ആ ദിവസം വരുമ്പം അവരുടെ വീഡിയോസ് എല്ലാം റീച്ചായി, അവർക്ക് ലൈക്സ്, വ്യൂസ്, ഷെയർ, കമൻറ്റ് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് കുറേ സബ്സ്ക്രൈബൊക്കെ ആയി അവരങ്ങനെ ഫെയിമായി പോകുന്നവരാണ്. അപ്പം കുറേ കഷ്ടപ്പാടുണ്ട് അവരുടെ മനസ്സിൽ. അവരുടെ ഇതിൽ കുറേ കഷ്ടപ്പെട്ടിട്ടാണ്, അവരുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആയിട്ടാണ്, കുറേ നെഗറ്റീവ് കേട്ടിട്ടാണ്, കുറേ പോസിറ്റീവ് കിട്ടിയിട്ടാണ്, എല്ലാം. അപ്പം നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻസും വെക്കാതെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ മെമ്മറി ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെക്കുകയാണെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. നല്ല നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് കണ്ടൻറ്റൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോസ് പതിയെ റീച്ച് ആയിക്കോളും. ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഗൈസ്. എനിക്ക് വ്യൂസ്, ലൈക്സ്, ഷെയർ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര
എന്തോപോലെ. പിന്നെ എൻ്റെ ചാനലിൽ ഒരാൾ എടുത്ത് നോക്കുമ്പോൾ ഈ 1 വ്യൂ അല്ലെങ്കിൽ 2 വ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ കാണുമ്പം അവർക്ക് നമ്മളെ പറ്റി എന്ത് തോന്നും എന്ന ഒരു ചിന്ത. ആ ചിന്ത കാരണമാണ് ഞാൻ വേഗം പോയി ഡിലീറ്റ് ആക്കണത് വീഡിയോസ് എല്ലാം. ആ ചിന്ത ഒന്നും വെക്കാതിരിക്കാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർക്ക് എന്തോ വേണം വിചാരിക്കാം, അവരിരുന്ന് വിചാരിക്കട്ടെ, അവർക്ക് വേറെ പണിയില്ലല്ലോ. അപ്പം നമ്മളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുക. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഡിലീറ്റ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിൻ്റെ റീച്ചിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കും. ഞാൻ എന്തൊക്കെയോ പറയണ്ടത്, എനിക്കിന്നിങ്ങനെ തോന്നിയതാണ് കേട്ടോ. ക്യാമറ തുറന്നിട്ട് നമ്മളുടെ കാര്യങ്ങളും കൂടെ ഓപ്പണായിട്ട് സംസാരിക്കാമെന്ന്. എങ്ങനെ എൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് പറഞ്ഞത്, എനിക്ക് എങ്ങനെ പറഞ്ഞേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ഒരിക്കലും ഒരു എക്സ്പെക്റ്റേഷൻസ് വെക്കാതെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. നല്ല ക്വാളിറ്റിയിൽ നല്ല എഡിറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുക. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോട്ടെ, താനേ ഇഷ്ടപ്പെട്ടോളും, റീച്ച് വന്നോളും, എല്ലാം ആയിക്കോളും. അപ്പം നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കണം ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു. എന്നാൽ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ പറയാത്തതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കുറച്ചധികം ഹാപ്പിനെസ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പക്ഷേ ഇനി അടുത്ത ഞാൻ വീഡിയോ ഇടുമോ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ മൈൻഡ് എങ്ങനെയാണോന്ന് പോലും അറിയില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇതിലിടും, ഇത് ഡിലീറ്റ് ചെയ്യില്ല എന്നുള്ള കുറച്ചൊരു തീരുമാനത്തിന് പുറത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളും പതിയെ റീച്ചായി വന്നോളൂ. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്കും എന്നെപ്പോലെയുള്ള ആൾക്കാരുണ്ടാവില്ല സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാനും സബ്സ്ക്രൈബ് ചെയ്യാം, എനിക്കറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുമ്പം നല്ലതായിരിക്കുമല്ലോ. നമുക്കൊരു ആശ്വാസം കിട്ടും. ഇപ്പം സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഒരു സമാധാനമായിരിക്കും, ഒരു എന്നെ പോലെയൊക്കെ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പം എന്തൊക്കെയോ പറയുന്നല്ലേ. എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് ഞാൻ വരും. കുറച്ച് കഷ്ടപ്പെടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം വേറെ പണിയൊന്നുമില്ലല്ലോ, നമുക്ക് കുറച്ച് കഷ്ടപ്പെടാം. കഷ്ടപ്പെട്ടാലല്ലേ എന്ത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ബൈ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.